ജർമ്മൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ പല ആളുകൾ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ അവർ പ്രധാനമായിട്ട് വലിയ സന്തോഷഭരിതമായിട്ട് ചില ആളുകൾ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ തീവ്ര വലതുപക്ഷമായിട്ടുള്ള AfD രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഉം, ഇവിടെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള മൈഗ്രേഷൻ, അതുപോലെ തന്നെ റെഫ്യൂജി ക്രൈസിസ്, ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് അതാണ് പ്രധാനമായിട്ട് ഉയർത്തി കാണിക്കുന്നത്. തീർച്ചയായിട്ടും മൈഗ്രേഷൻ ജർമ്മൻ രാഷ്ട്രീയത്തിൽ ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ AfD വരുന്നത്, AfD ഈ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത്, ജർമ്മൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി ഉയർന്നു വരുന്നത്, അത് നമുക്ക് അതുകൊണ്ട് ഗുണം ചെയ്യുമോ, നമ്മളെ അത് എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും വീഡിയോ കാണുക. കാരണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കുറെ ആളുകൾ നാട്ടില് ഇപ്പം ഇത് ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഓടിക്കും, അഭയാർത്ഥികളെ മുഴുവൻ ഓടിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്. ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടി തന്നെയാണ് AfD. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെ ഈ ഇവിടുത്തെ കുടിയേറ്റ വിരുദ്ധതയാണ്. അപ്പൊ കുടിയേറ്റ വിരുദ്ധതയിൽ അവർ പ്രധാനപ്പെട്ട ശത്രുവായിട്ട് കാണുന്നത് ഈ ഇപ്പം വന്നിട്ടുള്ള റെഫ്യൂജികളാണ്. ഈ അടുത്ത കാലത്ത് 2016 ഉണ്ടായിട്ടുള്ള റെഫ്യൂജി ക്രൈസിസ് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പം അതില് കുറെ ആളുകൾ തീവ്ര മനസ്ഥിതിയിൽ ഇവിടെ വരികയും, അതുപോലെ തന്നെ ഈ വലിയ കൂട്ടം ആളുകൾ വന്നതിൻ്റെ അകത്ത് ഒരുപാട് മോശപ്പെട്ട ആളുകൾ, തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവരും, അതുപോലെ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ളവർ, ISISന്റെ ആളുകൾ പോലും ഇവിടെ കയറി വന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ. അപ്പൊ അത് ഇവിടെ നടന്ന കുറെ ക്രിമിനൽ കാര്യങ്ങളിൽ, ക്രിമിനൽ സംഭവങ്ങളിൽ അഭയാർത്ഥികളുടെ പങ്ക് ഉണ്ടായിട്ടുണ്ട് എന്നും തീർച്ചയായിട്ടും മാധ്യമങ്ങളിലും പോലീസ് കേസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കണക്കുകളൊക്കെ ലഭ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ പൊതുസ്ഥലത്ത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ അത് കൃത്യമായിട്ട് ഇപ്പം ഒരു റാഡിക്കൽ ഇസ്ലാമോ അല്ലെങ്കിൽ ഇസ്ലാമൈസേഷന് എതിരെയോ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാൻ ഒരു ഗിൽറ്റ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിനും ഇവിടുത്തെ ലിബറൽസിനും സാധിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഓരോ യുദ്ധത്തിൽ നിന്നും ഓടി വന്നിട്ടുള്ള പാവപ്പെട്ട മുസ്ലിങ്ങളും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരോരോ യുദ്ധത്തിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട് അഭയം തേടി വന്നിട്ടുള്ളവരാണ്. അവരൊരു പുതിയ ജീവിതം തേടി വന്നവരാണ്. അതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ അത്തരം ആളുകൾ പുതിയൊരു ജീവിതം ഇവിടെ തുടങ്ങുന്നുണ്ട്. അവർക്ക് ഈ തീവ്രവാദത്തിലോ മറ്റതിലോ ഒന്നും അവർക്ക് യാതൊരു താല്പര്യമുള്ള ആളുകളല്ല. അതിനുവേണ്ടിയല്ല ആളുകൾ വന്നിട്ടുള്ളത്. പക്ഷേ ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ജർമ്മൻ എക്കോണമി പുറകോട്ടാണ് പോകുന്നത്. അതിന്റെ കണക്കുകൾ ലഭ്യമാണ്. ഇപ്പം GDP-യിൽ വലിയ കുറവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വലിയ കാര്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ജർമ്മൻ കാറുകൾക്ക് പണ്ടത്തെ പോലെ ഒരു വലിയ ഒരു ഈ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കുറഞ്ഞു വരുവാണ്. കാരണം പ്രത്യേകിച്ച് ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിലൊക്കെ ചൈനീസ് കാറുകൾ മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പൊ ശരിക്കും ജർമ്മനി ഒരു എക്സ്പോർട്ട് എക്കോണമിയും കൂടിയാണ്, എക്സ്പോർട്ട് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധം വന്നതിന് ശേഷം ഇവർ നേരത്തെ റഷ്യയിൽ നിന്ന് വളരെ കുറഞ്ഞ് ഓയിൽ മേടിക്കുന്നവരായിരുന്നു. അപ്പൊ അത് നിന്നതോടുകൂടി എല്ലാവർക്കും അടിപൊളി, ഇവിടെ ജീവിക്കുന്നവർക്കൊക്കെ അറിയാം, ഇവിടെ ഓയിലിന്റെ വില കുത്തനെ കൂടി. അപ്പൊ അത് ശരിക്കും പ്രൊഡക്ഷനെ ബാധിച്ചു. കാറ് ഉൽപാദനം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പ്രൊഡക്ഷനും ഇത് ബാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ഏജിങ് പോപ്പുലേഷനും കൂടിയാണ്. ആ ഏജിങ് പോപ്പുലേഷൻ എന്താണ് വേണ്ടത്? നമ്മളെ പോലുള്ള ആളുകൾ, ഇന്ത്യയിൽ നിന്നുള്ളൊക്കെ പഠിച്ച നേഴ്സുമാരും IT കാരും ഒക്കെ വന്ന് ആണ് ആ വാക്കം നികത്തേണ്ടത്. കാരണം ഇവിടെ ആളുകൾ പള്ളിയിൽ പോകുന്നില്ല, ആളുകൾ വിവാഹം ചെയ്ത് കുട്ടികളെ ഉണ്ടാക്കുന്നില്ല. അപ്പം ഇപ്പോ ഉള്ളവരാണ് 70-80 വയസ്സും കഴിഞ്ഞ് ആശുപത്രികളിൽ നിന്ന് ഇറങ്ങുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏജിങ് പോപ്പുലേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇത്രയും ഉള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു ശത്രുവിനെ കിട്ടുന്നതാണ്
ഏം, ഈ ആളുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, AFD ഒക്കെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ സന്തോഷം കൊണ്ട് കേരളത്തിലെ ചില ആളുകൾ മുസ്ലിം വിരുദ്ധത ഉണ്ട്. അവർ പറയും, കണ്ടോ ഇവർ വന്നതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, ഇവരെ ഇപ്പോൾ ഓടിക്കും. അപ്പൊ ഇവരെ ഓടിക്കുക എന്ന് പറയുന്നിടത്ത് ഞാനൊരു വളരെ രസകരമായ ഒരു കഥ പറയാം. ഇത് നമ്മളെ എങ്ങനെ ആണ് ബാധിക്കുന്നതെന്ന്. ഞാൻ 2016 ഇവിടെ വന്നയാളാണ്. 2017 കാലഘട്ടത്തിലോ മറ്റോ ഞാൻ ബെർലിനിൽ ഒരു തെരുവിലൂടെ നടക്കുകയാണ്. കുറച്ചൊരു ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ UK കുറച്ച് വിനോദസഞ്ചാരികൾ ഇങ്ങനെ നടന്ന് വെള്ളം അടിച്ചിട്ട് ഭയങ്കര കുഴഞ്ഞിട്ടാണ്. രണ്ടു മൂന്ന് സ്ത്രീകളും ഉണ്ട്, 3-4 പുരുഷന്മാരും ഉണ്ട്. നമ്മളൊരു താടിയൊക്കെ വെച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുക. അന്നേരം ഇവൻ ഇംഗ്ലീഷിൽ വെറുതെ നടക്കുന്ന, ഇവരെയായിട്ട് നമുക്ക് യാതൊരു പരിചയമില്ല. വിളിയ യു ആർ മുസ്ലിം ആർഎൻ യു എന്ന് ചോദിക്കുവാണ്. അപ്പം നിങ്ങൾ മുസ്ലിം അല്ലേ എന്നെന്നോട് ചോദിക്കുവാണ് തെരുവിൽ വെച്ചിട്ട്. എന്നോട് ഒരു പരിചയവും ഇല്ല. അപ്പം അവൻ നമ്മുടെ നിറവും നമ്മുടെ താടിയും, യഥാർത്ഥത്തിൽ നിറമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ നിറം കാണുമ്പോൾ ഉടനെ നമ്മൾ മുസ്ലിമാണ്. ഇത് തന്നെയാണ് AFD ഇവിടെ അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. AFDയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് അത് പഴയ നാസികളുടെ രാഷ്ട്രീയം തന്നെയാണ്. അവരത് പലയിടത്തും അവരത് ഒളിഞ്ഞും തെളിഞ്ഞും അത് പറയുന്നുണ്ട്. നവനാസികൾ വന്നാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ നിറവ്യത്യാസമുള്ള മനുഷ്യന്മാരെ കിട്ടാണ് ആദ്യം അടി വരിക. അപ്പൊ ആ രീതിയിൽ ഇത് മലയാളിക്കും ഇവിടെയുള്ള എല്ലാ കുടിയേറ്റ ജനതയ്ക്കും എതിരായിട്ടാണ് ഇത്തരത്തിലുള്ള ശക്തികൾ വളർന്നു വരുമ്പോൾ അത് ആദ്യം ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിട്ടായിരിക്കും അടി വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നവരെല്ലാം അതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഈ AFDയെ കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ഇനി ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് ഉണ്ടായത്, ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. നിങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായമുണ്ടോ വേറെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവെക്കുക. അത് നമുക്ക് ചർച്ച